സംസ്ഥാനത്ത് മഴ ഏറിയും കുറഞ്ഞും മാറി മറയുകയാണ്. പക്ഷേ ഇന്ന് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ഉണ്ട്. ആറന്മുളയിൽ നിന്ന് ജിബിൻ ജെബി, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം റിനുവിലേക്കാണ്. റിനു, ഗുഡ് മോർണിംഗ്. ഇന്നും അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയോടുകൂടി മഴ ശക്തമാകുമെന്നായിരുന്നു. നിലവിൽ ഏതൊക്കെ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്? ഗുഡ് മോർണിംഗ് അമൃത. സുഹൈൽ, സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇനി 7 മണിയോടുകൂടി പുതിയ ബുള്ളറ്റിൻ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പം ഒരു ആശ്വാസം, റെഡ് അലർട്ട് നിലവിലില്ല എന്നുള്ളതാണ്. പക്ഷേ 7 മണിക്കുള്ള ബുള്ളറ്റിനിൽ റെഡ് അലർട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യെല്ലോ അലർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ 10 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് അടക്കം കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, അതുപോലെ തന്നെ കോച്ചിംഗ് ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. പക്ഷേ കോഴിക്കോടും കണ്ണൂരും പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും പരീക്ഷകൾക്കോ അഭിമുഖങ്ങൾക്കോ മാറ്റമില്ല എന്നുള്ള അറിയിപ്പുമുണ്ട്. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നുള്ള അറിയിപ്പാണ് സർവകലാശാല നൽകിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വെള്ളിയാഴ്ച വരെ അതിതീവ്ര മഴയ്ക്ക് വെള്ളിയാഴ്ച മുതൽ അതിതീവ്ര മഴയിലേക്ക് കടക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നൽകിയ ബുള്ളറ്റിൻ അനുസരിച്ചാണ് നമ്മൾ നൽകുന്ന വിവരം. സുഹൈൽ, അമൃത. ശരി റിനു, എന്തായാലും വരും ദിവസങ്ങളിലും മഴയുണ്ട്. മഴ കുറച്ച് അധികം ദിവസങ്ങളിലേക്ക് കൂടി ഉണ്ടെന്ന സാധ്യതകൾ, സൂചനകളാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകുന്നത്. ആ മുന്നറിയിപ്പുകൾ ജനങ്ങൾ വലിയ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.